വെൽക്കം ബാക്ക് മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, അങ്ങനെ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം, ഒരുപാട് മാസങ്ങൾക്ക് ശേഷം ഗൈസ് അങ്ങനെ വീണ്ടും അപ്പോൾ എപ്പോഴും പോലെ തന്നെ ഇന്നും വീഡിയോ ഒരു യാത്ര തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് കോഴിക്കോട് വേപ്പൂർ എന്ന സ്ഥലത്താണ്. അപ്പോൾ എന്താ ഒരുപാട് നല്ല കാഴ്ച സ്ഥലങ്ങളുണ്ട്. അതേപോലെ തന്നെ ഇപ്പം എന്തായാലും മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല കിടിലം വൈബുള്ള സ്പോട്ടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോയിട്ടാണ്. ഫസ്റ്റ് ടൈമാണ് പോകുന്നത്, അവിടെ പോയിട്ടില്ല. അപ്പോൾ എന്തായാലും അവിടെ പോയിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. അതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഗൈസ്, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി മുന്നോട്ടുള്ള കാഴ്ചകൾ കാണാം. എന്തായാലും അപ്പോൾ പോയിട്ട് എന്താണ് അവസ്ഥ എന്നറിയില്ല. എന്തായാലും ഇപ്പോൾ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നല്ല മഴയായിരുന്നു, അപ്പോൾ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ്. പക്ഷേ ഇതിപ്പോൾ കണ്ടില്ലേ, ഇപ്പം നല്ല വെയിലാണ്. വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിൽ. അത് മാത്രമല്ല ഫുള്ള് ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ എന്തായാലും സമയം ഏകദേശം 12:30 ആയി. അപ്പോൾ ഇൻഷാല്ലാ 2 മണിയാകുമ്പോൾ കടത്തിയ എന്താ പറയുക വൈകുന്നേരം എന്തെങ്കിലും നല്ലൊരു ക്ലൈമറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എന്തായാലും സോ ഗൈസ്, അപ്പോൾ മുന്നോട്ടുള്ള കാഴ്ചകൾ കാണാം. ഓ ഗൈസ് നോക്കുക, ഇപ്പം നമ്മൾ അങ്ങാടിപ്പുറം പാലം കയറിയിട്ടോ. ഭയങ്കര ട്രാഫിക്കാണ്, നല്ല ട്രാഫിക്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒന്ന് കയറാൻ തന്നെ ഏകദേശം അരമണിക്കൂറാകും തോന്നുന്നു. എന്തായാലും അടുത്ത കാഴ്ചകൾ കാണാം ഗൈസ്. നോക്കൂ, അതായത് ഇപ്പം നമ്മൾ നേരെ ഇപ്പോൾ പാലത്തിന് മുകളിൽ കയറിയിട്ടാവും. നേരെ മുമ്പ് തന്നെ ഒരു ബസ് കുറേ നേരമായി ഗൈസ്. വെറുപ്പിക്കുക, ബസ്സും പോകണില്ല, നമ്മളും പോകാൻ പറ്റുന്നില്ല. നമ്മുടെ സമയം ഇവിടെ തന്നെ കഴിയും. ഏകദേശം നമ്മൾ രാവിലെ 9 മണിക്ക് ഇറങ്ങിയതാണ് കേട്ടോ. ഇപ്പം തന്നെ ഏകദേശം 12 മണിയായി. ഇനിയിപ്പോൾ എന്തായാലും അവിടെ എത്തുമ്പോൾ എന്തായാലും 2 മണി മേ ബി അല്ലേ, 2 മണിക്കൂർ എന്തായാലും ആവില്ല. ഐ തിങ്ക് 1 hour അല്ലെങ്കിൽ 2 hour എന്തായാലും ആവും. ഇത് നമുക്ക് ഈ അങ്ങാടിപ്പുറം ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ ട്രാഫിക്കുള്ള സ്ഥലങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഗൈസ്, അപ്പോൾ വീഡിയോ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഗൈസ്. നമുക്ക് എന്തായാലും മുന്നോട്ടുള്ള കാഴ്ചകൾ കാണാം ഗൈസ്. ഓ ഗൈസ് നോക്കൂ, അപ്പൊ അങ്ങനെ നമ്മള് മലപ്പുറമൊക്കെ കഴിഞ്ഞ് കാലിക്കറ്റ് എത്താനായിട്ടോ. അപ്പൊ നല്ല ചൂടൊക്കെ മാറി, നല്ല വെയിലൊക്കെ മാറി, നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിന്. നല്ല മഴ വരാനുള്ള ഒരു മഴക്കാറൊക്കെ ഉണ്ട്. സോ ഗൈസ്, അപ്പൊ അങ്ങനെ എന്തായാലും ഇനി കുറച്ചേ ഉള്ളൂ എത്താന്. അപ്പൊ എന്തായാലും ഇനി അവിടെ എത്തിയിട്ട് ഫുഡൊക്കെ കഴിക്കണം ഗൈസ്. അപ്പൊ ഫുഡൊക്കെ കഴിച്ചിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. അപ്പൊ എന്തായാലും വെയിലൊക്കെ പോയി നല്ല മഴക്കാറൊക്കെ വന്നിട്ടോ. അപ്പൊ നമ്മൾ വിചാരിച്ചു ഇന്ന് ഇപ്പൊ എന്തായാലും ലീവ് എടുത്ത് വന്നത് വേസ്റ്റ് ആയി പോകുമെന്ന് വിചാരിച്ചു, കാരണം നല്ല വെയിലായിരുന്നു. അപ്പൊ എന്തായാലും ഗൈസ്, അപ്പൊ എന്തായാലും മുന്നോട്ടുള്ള കാഴ്ചകൾ കാണാം ഗൈസ് നോക്കൂ, അതായത് വരുമ്പോ നല്ല വെയിലായിട്ട് നല്ല മഴ കേട്ടോ. നല്ല അടിപൊളി മഴ കിട്ടി. പക്ഷെ മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ കേട്ടോ. അപ്പൊ എന്തായാലും അവിടെ ഇറങ്ങാൻ പറ്റുമോ? മഴത്ത് ഇറങ്ങാൻ പറ്റുമോ? അങ്ങനെയല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഗൈസ്, അപ്പൊ എന്തായാലും നനീനൊന്നും വിഷയമല്ല. എന്തായാലും നമ്മള് ഇവിടം വരെ വന്നല്ലേ, അപ്പൊ നന്നാലും വിഷയമല്ല, സംഭവം ഒക്കെ അടിപൊളിയാക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും മഴയെല്ലാം കൊണ്ട് അപ്പൊ ഗൈസ് ഇനി ഒരു ഫുഡൊക്കെ കഴിച്ചിട്ടേ ഉള്ളൂ ഇനി അപ്പുറത്തൊക്കെ കാഴ്ച. അപ്പൊ എന്തായാലും ബാക്കി ഫുഡ് കഴിച്ചിട്ട് കാണാം ഗൈസ്. ഓ ഗൈസ് നോക്കൂ, അങ്ങനെ നമ്മൾ ഇതാ ഇപ്പൊ ബേപ്പൂര് ബീച്ചിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇതാണ് അവസ്ഥ കേട്ടോ. ഇപ്പൊ സംഭവം എന്താ പറയാ, അതായത് ഇപ്പൊ മഴക്കാലമായതുകൊണ്ട് ഈ പാക്കിൽ കാണുന്ന ഒരുപാട് കുട്ടികൾ കളിക്കുന്ന ഒരുപാട് ഗെയിംസ് കാര്യങ്ങൾ അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ കേട്ടോ. എല്ലാം റിമൂവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ ഏറ്റവും ഇതാ ഈ കാണുന്ന, അതായത് ഈ എൻഡിലാണ് ഉള്ളത്. ഈ സൈഡിലേക്ക് കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ, അതായത് എന്താ പറയാ ഇങ്ങനെ അതായത് ഇങ്ങനെ ബീച്ചിൽ കൂടെ നടക്കാനുള്ള സംഭവങ്ങൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ടെന്ന് പറയുന്നേക്കാം. പക്ഷെ എല്ലാം ഊരി വെച്ചിരിക്കുകയാണ്. അത് മാത്രമല്ല കേട്ടോ, അതിവിടെ കാണുന്നില്ല, ഇവിടെ കാണുന്ന ഈ കടകളൊക്കെ എല്ലാം ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സംഭവം ഇങ്ങനെ മഴക്കാലമായതുകൊണ്ട് തന്നെ വെള്ളം നല്ല രീതിയിലുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഫുള്ളും കച്ചറായിട്ട് ആരും വരാതെ കിടക്കുകയാണ്. പക്ഷെ അത് വിചാരിച്ചിട്ട് ആരും വരാതെ ഒന്നുമില്ല. കപ്പിൾസിനൊന്നും ഇവിടെ വലിയ കുറവില്ല കേട്ടോ. ഇത് കാണുന്നില്ല, അവിടെ എല്ലാം ഫുള്ളും കപ്പിൾസാണ്. ഇവിടെയും കപ്പിൾസാണ്, മൊത്തത്തിൽ കപ്പിൾസാണ് ഗൈസ്. അപ്പൊ എന്തായാലും അങ്ങോട്ടുള്ള കാഴ്ച, അങ്ങോട്ട് അടിപൊളി കാഴ്ച കേട്ടോ. നമ്മള് കാറ് നിർത്തിയത് ആ സൈഡ് കാണുന്നില്ല, ആ തലക്കാണ് നമ്മൾ കാറ് നിർത്തിയിട്ടുള്ളത്. അങ്ങോട്ട് കിട്ടില്ല വൈബ് സ്ഥലമാണ് കേട്ടോ. ഇതേപോലെ ഒന്നല്ല, ഇത് കച്ചറ പോലെ ഒന്നല്ല, അങ്ങോട്ട് കിടിലൻ വൈബ് സ്പോട്ടാണ്. ഇപ്പോഴത്തെ കാലാവസ്ഥ അനുസരിച്ച് നല്ല കിടിലൻ സ്പോട്ടാണ് കേട്ടോ. ഇതും കിടിലൻ സ്പോട്ടാണ്. പക്ഷെങ്കിൽ ഇപ്പൊ എന്താ പറയാ, ഇവിടെ ആൾത്തിരക്കില്ലാത്തതുകൊണ്ട് വലിയൊരു സുഖമല്ല, പക്ഷെ കാണാൻ കുഴപ്പമില്ല, അടിപൊളിയാണ്. എന്താ പറയുക, നമ്മളിപ്പോൾ പെരിന്തൽമണ്ണ പിന്നെ വലിയ ദൂരമൊന്നും ഇല്ലല്ലോ, കുറച്ചല്ലേ ഉള്ളൂ. പിന്നെ വന്നിട്ട് ഇവിടുന്ന് എന്താ പറയാ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്തായാലും ഗൈസ് ഇനി അങ്ങോട്ടുള്ള കാഴ്ചകൾ കാണാം ഗൈസ്. വളരെ നല്ല സ്പീഡ് ഉണ്ട് കേട്ടോ. എന്താ അറിയില്ല, ഇനിയിപ്പോ എന്തായാലും അങ്ങോട്ടാട്ടെ ഒരുപാട് ആൾക്കാരുള്ളത്, ഇങ്ങോട്ട് ആള് കുറവാണ്. അപ്പൊ പിന്നെ ഞാൻ ഇവിടെ ആള് കുറവായതുകൊണ്ടാണ് ഗൈസ് അപ്പൊ ഇവിടുന്ന് തുടങ്ങാന്ന് വിചാരിച്ചിട്ടോ. അപ്പൊ എന്തായാലും ഇനി ആള് ഉള്ളിടത്ത് പോയിട്ട് അവിടെ മുതൽ അങ്ങോട്ടുള്ള കാഴ്ചകൾ കാണാം ഗൈസ്. ഓ ഗൈസ്, അങ്ങനെ നമ്മള് അവിടുന്ന് കയറി കേട്ടോ. അവിടുന്ന് കയറി എന്താ പറയാ ഫുള്ള് കച്ചറാണ്. അപ്പൊ പിന്നെ അവിടുന്ന് അങ്ങനെ കയറി ഇനി നേരെ നമ്മള് ഇതാ കാണുന്നില്ലേ, നമ്മളെ അവിടെ ഒരു ചെറിയൊരു കട തുറന്നിന്. ഇനിയിപ്പോൾ ആ കടയിൽ പോയിട്ട് എന്താ പറയുക, ആ കടയിൽ പോയിട്ട് ഇനി എന്തെങ്കിലും തിന്നണം. കാരണം അവിടുന്ന് വരുമ്പോൾ എന്തെങ്കിലും തിന്നാന്ന് വെച്ചപ്പോൾ പിന്നെ മഴയായി, പിന്നെ വണ്ടി നിർത്താൻ പറ്റിയില്ല, അങ്ങനെയൊക്കെ ആയി. സോ ഗൈസ്, അപ്പം അങ്ങനെ നമ്മളെ ഈ കാക്കാൻ്റെ പീടിയെ കയറി കേട്ടോ. ഇവിടെ കയറിയിട്ട് എന്തായാലും
ഗൈസ് അതൊന്നല്ല ഞങ്ങൾ പറഞ്ഞില്ല, നമ്മൾ എന്താ പറയുക വണ്ടി പാർക്ക് ചെയ്തത് ഒരു കിടിലം കിടക്കാച്ച സ്ഥലം ഉണ്ടെന്ന്. സോ ഗൈസ് ഞാൻ കാണിച്ചു തരട്ടെ. ഇതണ്ടാ ഏതാ സ്ഥലം, റീലൊക്കെ എടുക്കാൻ വരുന്നവർക്ക് ഇത് കിടിലം ഒന്നും പറയാനില്ല കേട്ടോ. കുറച്ച് എന്താ പറയാ എണ്ണടിച്ച് വന്നാലും മുതലോ അജാതി സ്പോട്ട് ഗൈസ്, എന്താ പറയാ ഒന്നും പറയാനില്ല കേട്ടോ. അതാ റീലൊക്കെ എടുക്കാൻ പറ്റിയ കിടില സ്പോട്ടാണ്, കിടില സ്പോട്ട്. ഫോട്ടോ ആണെങ്കിൽ റീലാണെങ്കിൽ എന്ത് എടുക്കാൻ പറ്റിയതാ. ഇതിനേക്കാളും മനോഹരമായ സ്ഥലം ഗൈസ്. ഞാൻ ഒരു എന്താ പറയുക കോഴിക്കോട് ബീച്ചിലൊക്കെ പോയിന്, പക്ഷേ ഇത്ര എന്താ പറയുക ഇപ്പം എന്താ പറയുക ആളും ഇല്ല ഒന്നുമില്ല. എന്താ പറയുക നമുക്ക് വീഡിയോ എടുക്കാനും ബ്ലോഗ് എടുക്കാനും എല്ലാത്തിനും പറ്റിയൊരു സ്ഥലം, കിടില സ്പോട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും വരണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം എല്ലാവരും വന്നിട്ടുള്ള ആളായിരിക്കും. ഞാനായിരിക്കും ഏറ്റവും ലാസ്റ്റ് വന്നിട്ടുണ്ടാവാം. എന്നാലും കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ട കേട്ടോ, കിടിലാണ്, അടിപൊളിയാണ്. സോ ഗൈസ് അപ്പോൾ എന്തായാലും നമ്മളെ ചെക്കന്മാർ അവിടെ കാണുന്ന കാക്കാൻ്റെ കടയിൽ നിന്ന് എന്തൊക്കെയോ വാങ്ങി കഴിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞാനും പോട്ടെ, ഇനി അങ്ങോട്ടുള്ള കാഴ്ചകൾ അങ്ങോട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് ഞാൻ പോകുമ്പോൾ കാണിച്ചു തരും. ഓക്കെ. ഓ ഗൈസ് നോക്കിയതാ നമ്മൾ അപ്പോൾ അതാ ഇവിടുന്ന് എന്തെല്ലാം വാങ്ങുന്നുണ്ട്. അയാൾ എന്തെല്ലാം ഉണ്ട്. ഇതൊന്നും സാധനം എന്തത് ചൊരണ്ടിയാ എന്തേലും പറയാം, ഐസ് ചൊരണ്ടീസ്. ഇത് ഗൈസ്താ ഇവിടെ ആക്കിയതാ ഈ ഒരു കട മാത്രം തുറന്നിട്ടില്ല കേട്ടോ, ബാക്കി എല്ലാ കടയും ക്ലോസ് ആണ്. അങ്ങോട്ടും ക്ലോസ് ആണ്. ഇവിടെ എന്ത് ചായക്കട എന്തുകൊണ്ട് അത് ഇത് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ക്ലോസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ചൊരണ്ടി എന്തൊക്കെ കഴിക്കുന്നുണ്ട്, അത് കഴിച്ചിട്ട് ഗൈസ് നിങ്ങൾക്ക് ആ സ്പോട്ടൊന്ന് കാണിച്ചു തരണം. അതേപോലെ തന്നെ ആ തലക്കും പോയി ഒന്ന് കാണിച്ചു തരണം. സോ ഗൈസ് അപ്പോൾ എന്തായാലും ഇത് കഴിച്ചിട്ട് ബാക്കി കാണാം ഗൈസ്. ഓ ഗൈസ് നോക്കൂ, അപ്പോൾ എന്തായാലും നമ്മൾ മുന്നോട്ട് പോവാം കേട്ടോ. അപ്പോൾ ഇതാ അതിൻ്റെ ബാക്ക് നല്ല അതിമനോഹരമായ കാഴ്ച കാണിച്ചു തരാം ഗൈസ്. നോക്കുക ഏതാ രസല്ലേ, ലൈവ് 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 ഗൈസ്. അപ്പോൾ ഗൈസ് എന്തായാലും ഇനി മുന്നോട്ടുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ തുടക്കം കുറിച്ച് എവിടെ നിന്ന് അറിയാം, ഇതാ ആ തലക്കുന്ന തുടക്കം കുറിച്ച് ഇപ്പോൾ ഓരോരോ കടകളായിട്ട് തുറന്നു വരുന്നുണ്ട് കേട്ടോ. എന്താ പറഞ്ഞാൽ ഈവനിങ് ആണ് ഇവിടെ എന്താ പറയുക ആൾക്കാരെ കൂടുള്ളൂ, അപ്പോൾ ആ തുറന്നിട്ടേ കാര്യമുള്ളൂ എന്നാണ് താത്ത പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരുപാട് കടകളൊക്കെ തുറന്നു തുടങ്ങി, സമയം ഏകദേശം 3 മണിയായി. അപ്പോൾ എന്തായാലും ഇന്ന് വന്നിട്ട് നല്ല മുതലായിട്ട്, കാരണം ഇത്ര നല്ല സ്പോട്ട് കഴിച്ച് ഇത് നോക്കാം. ഇത്ര വിശാലമായ സ്ഥലം, ആൾക്കാരൊന്നുമില്ല, ആൾക്കാരൊക്കെ കുറച്ച് ആളേ ഉള്ളൂ. അല്ല എന്തായാലും കുറച്ച് ഫാമിലീസ്, അതേപോലെ തന്നെ കുറച്ച് കപ്പിൾസ്. അങ്ങോട്ട് നല്ല ആൾക്കാരുണ്ട് കേട്ടോ, ആകാന്നില്ല അങ്ങോട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ ഇവിടുന്ന് ഫുള്ളായിട്ട് നിങ്ങൾക്ക് വീഡിയോ എല്ലാം മുഴുവൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഈ തലക്കുന്ന് വരികയാണ് കേട്ടോ. സോ ഗൈസ് എന്തായാലും ഇനി ആ തലക്ക് പോയിട്ട് കാണാം. അതിമനോഹരമായ പ്ലേസ് എന്ന് പറയാൻ ഞാൻ വിചാരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ വലിയ രസമൊന്നും ഉണ്ടാവില്ല ഗൈസ്, ഫുള്ള് കച്ചറായിരിക്കും അതായിരിക്കും ഇത് അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട്. പക്ഷെ വന്നത് മുതൽ തന്നെ അത്രയും കിഡിലെ സ്പോട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എന്താ പറയുക ഈ സ്ഥലം നോക്കാം, അത് റീൽസ് എടുക്കാൻ അതേപോലെ വീഡിയോസ് എടുക്കാനൊക്കെ നമുക്ക് അതിമനോഹരമായിട്ട് എന്താ പറയുക ഒരു ടെൻഷനും ഇല്ലാതെ. ടെൻഷൻ മീൻസ് നമുക്ക് ഒരുപാട് ആൾക്കാരെ കാണുമ്പോൾ റീൽസൊക്കെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. പക്ഷെ ഇത് നോക്കിയതൊന്നും ഒരു ആൾക്കാർ പോലും ഇല്ല ഈ സമയത്ത് വരികയാണെങ്കിൽ. ഇപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി, ഈ സമയം 3-3:30 ഒക്കെ ആയി. അപ്പോൾ അതാണ്ടില്ല അങ്ങോട്ടൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ തുടങ്ങിയത് ആ തലക്കുന്നാണ് ഗൈസ്. അപ്പോൾ എല്ലായിടത്തുള്ള പോലെ ഡസ്റ്റ്ബിൻ ഇവിടെയും ഉണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും അതെല്ലാവരും യൂസ് ചെയ്യാം. അപ്പോൾ ഗൈസ് അപ്പോൾ എന്തായാലും മുന്നോട്ടുള്ള കാഴ്ചകൾ കാണാം ഗൈസ്. ഓ ഗൈസ് നോക്കൂ, അങ്ങനെ നമ്മൾ നടന്നിട്ട് ഇതാ തലവരെ പോകട്ടെ. ഇത് കുറേ നടക്കാണ്ട്, ഇത് കണ്ടില്ല ആ തലവരെ നടക്കാണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും ഇവിടെ വരെ വന്നാലും അപ്പോൾ എന്തായാലും മുഴുവനും നടന്ന് കണ്ടിട്ട് പോകട്ടെ. വെള്ളം നല്ല സ്പീഡാണ്. അതാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മേത്തേക്ക് തെറിക്കുന്നു. അതാ നാട്ടിൽ ഫുള്ള് കാലൊക്കെ തന്നെ ആകെ സീനായിട്ടോ. അപ്പോൾ എന്തായാലും ആടം വരെ ഫുള്ള് നടന്നിട്ട് മുഴുവനും കളിച്ചത് ഗൈസ്. അപ്പോൾ നമ്മളെന്താ മിസ്സാക്കണ്ട്, എല്ലാവരും കൂടെ ഉണ്ട്. ഞാനിങ്ങനെ വ്ളോഗെടുത്ത് നടക്കണം, അവർ വൈബായിട്ട് ഇങ്ങനെ ആസ്വദിച്ചെടുക്കുന്നുണ്ട്. സംഭവം അടിപൊളി ക്ലൈമറ്റ് കേട്ടോ, ഒന്നും പറയാനില്ല, കിഡിലാണ്, ഒന്നും പറയാനില്ല. എന്തായാലും എന്താ പറയുക ഒരു തവണ വരും ഇങ്ങനത്തെ യാത്രകൾ ഗൈസ്. എന്താ പറയുക ഏറ്റവും കൂടുതൽ നമ്മളെ മനസ്സിന് സമാധാനിക്കുന്ന ഒരു സംഭവമാണ് യാത്രകൾ കേട്ടോ. യാത്രകൾ പോയാൽ എന്താ പറയുക ഒരുപാട് നമുക്ക് ടെൻഷന് കാര്യങ്ങൾ സ്ട്രെസ്സൊക്കെ ഇല്ലാതാവും. അത് നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഇനിയിപ്പോൾ ആരും കൂട്ടി യാത്ര ചെയ്യാൻ പറ്റില്ല, വേണ്ട ഒറ്റയ്ക്ക് യാത്രയോളം മനോഹരമായത് വേറെ ഒന്നുമില്ല. കാരണം നമ്മളെ മനസ്സിനെ സമാധാനിപ്പിക്കാൻ പറ്റുന്ന ആകെ ഒരു സാധനങ്ങൾ യാത്രകൾ. ഒരുപാട് യാത്രകൾ പോവാം, നല്ല നല്ല ഒരുപാട് കാഴ്ചകൾ കാണാം. മഴയാണ് വെയിലാണ് വളക്കാണ് ഇങ്ങനെ വീട്ടിലിരിക്കാൻ പാടില്ല. വീട്ടിലിരുന്നാലാണ് ഒരുപാട് ടെൻഷൻ കൂടും. ഇങ്ങനെ അപ്പോൾ ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങിയിട്ട് ആരും പൈസ ഉണ്ടായിട്ടൊന്നുമില്ല, പൈസ ഇങ്ങനെ ഉണ്ടാക്കി വരത്ത് തന്നെ. പിന്നെ ആരും കടയിൽ ചോദിച്ച് തിരിച്ചു കൊടുക്കാതെ നോക്കുമ്പോൾ വീട്ടിൽ വരുമ്പോൾ ഭയങ്കര പ്രശ്നം ഉണ്ടാവുള്ളൂ. അപ്പോൾ എവിടെയെങ്കിലും മുങ്ങിയാൽ മതി. സോ ഗൈസ് അതൊന്നല്ല ഇപ്പം നമ്മളെ കാര്യം. ഇപ്പം നമ്മൾ വന്നിട്ടുണ്ടെന്നാ ഇവിടുത്തെ നല്ല അതിമനോഹരമായ കാഴ്ചകൾ കാണാൻ. അതെല്ലാം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കണേ. ഇനിയിപ്പോൾ എന്താ പ്രശ്നം കണ്ടോളി. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. വെള്ളം എന്തൊക്കെയോ പ്രശ്നമുള്ളതുപോലെ തോന്നുന്നുണ്ടോ. ഇവിടെ നോക്കാം, ഏജാതി വരുത്ത വെള്ളം വരുന്നത്. ഞാനിത് ഇവിടെ ഉള്ള കേട്ടോ, വെള്ളം ഇവിടം വരെ ധരിക്കുന്നുണ്ട്, സീനാണ്. അപ്പോൾ എന്തായാലും
എന്തായാലും എൻ്റെ വരെ ഞാൻ പോയിട്ട് നിങ്ങൾക്ക് എൻ്റെ വരെ പോയി കാണിച്ചു തന്നിട്ട് ഞാൻ പോകും ഗൈസ്. എന്തായാലും ഇനി അങ്ങോട്ടുള്ള കാഴ്ചകൾ കാണാൻ ഒരുപാട്. ഈ താത്ത അവിടെ നമ്മൾ ചായ പിടിക്കുമ്പോൾ പറഞ്ഞ് ഇവിടെ ഇങ്ങനെ കൂടുതൽ ഇപ്പോൾ ആൾക്കാരൊന്നും വരത്തില്ല മഴക്കാലമായതുകൊണ്ട്. നിങ്ങൾക്ക് ഈ സംഭവം കണ്ടിട്ട് ആൾക്കാരില്ലാത്തത് കൊണ്ട് അവിടെ നോക്കുക, ആ തലവരെ ആൾക്കാർ, ഇവിടുന്ന് ഇതാ ഈ തലവരെ ആൾക്കാർ, ഇനി അവിടേക്ക് ആൾക്കാർ വേണ്ടേ? ഇത് മഴക്കാലല്ലേ, ഇത് പോരെ അളിയാ ഗൈസ്. അപ്പം എന്തായാലും അങ്ങോട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പോൾ നമ്മളിപ്പോൾ വന്ന ആൾക്കാർ നേരെ ബാക്കിലാട്ടോ. അപ്പോൾ അവർ സംഭവം നമ്മങ്ങനെ വീടെടുക്കാൻ വരുമ്പോൾ അപ്പോൾ അവരും വരികയാണെന്ന് പറഞ്ഞു വീടെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാവരും കൂട്ടി വന്നാണ്. ഇനിയിപ്പോൾ അവർ വീടെടുക്കൽ മാത്രമായി ശരിയല്ലോ, അവർ ബോറടിക്കും. സോ ഗൈസ് കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. ഓ ഗൈസ് നോക്കൂ, അങ്ങനെ ഗൈസ് നമ്മളിതാ നടന്ന് കുറേ ഇങ്ങോട്ട് എത്തിട്ടോ. ഇനി കുറച്ചെങ്ങാനും നടന്നാൽ മതി. പിന്നെ എന്തായാലും നിസ്കരിക്കൊക്കെ കാണാം. നിസ്കരിച്ചിട്ട് എന്തായാലും ഇനി ബാക്കിയുള്ള വീഡിയോ കാണാം. സമയം 4 മണി ആവാനായിട്ടോ. അപ്പോൾ എന്തായാലും നിസ്കരിക്കണം. ഇപ്പോൾ മഴയൊക്കെ പോയിട്ട് ഏകദേശം കുറച്ച് നല്ലൊരു വെയിലൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ എന്തായാലും ഗൈസ് എന്തായാലും ഫുള്ള് മുഴുവനായിട്ടുള്ള വീഡിയോ കാണിച്ചു തരാം. ഇപ്പോൾ 4 മണിക്ക് ഇനി ഒരുപാട് ക്രൗഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് ഇവിടെ മാത്രമല്ല കേട്ടോ, നമുക്ക് ഈ വീഡിയോ എടുത്തിട്ട് വേണം ഇത് കഴിഞ്ഞിട്ട് നേരെ കാലിക്കറ്റ് ബീച്ചിൽ പോകാൻ. പോയിട്ട് കുറേ ആയി. ഇന്ന് ആ നമ്മളെ ഈ വീഡിയോയിൽ കാലിക്കറ്റ് ബീച്ച് കൂടി ഇൻക്ലൂഡ് ആയിരിക്കും എന്തായാലും. അപ്പോൾ എന്തായാലും ഇവിടുത്തെ എന്താ പറയുക, ഈ ബീച്ച് എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആ ഒരു എന്താ പറയുക ഭംഗി പറഞ്ഞാൽ ഇത്ര അടിപൊളിയായിട്ട് നിങ്ങൾ എന്താ പറയുക, ഇപ്പോൾ നമുക്ക് ഒരു വീഡിയോസ് എടുക്കുകയാണെങ്കിലും മറ്റുള്ള കാര്യത്തിനാണെങ്കിലും അതിമനോഹരമായിട്ട് ക്രിയേറ്റ് ചെയ്തിരുന്നുള്ളതാണ്. കാരണം എന്താ ഇത് കാണാൻ മുഴുവനും വെള്ളം കേട്ടോ. ഈ വെള്ളത്തിൻ്റെ നടുക്കാണ് ഈ നടക്കുന്ന സ്ഥലം. എന്ത് രസമല്ല, അടിപൊളിയല്ല. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നോർമൽ ബീച്ച്, റോഡ്, പിന്നെ അങ്ങനത്തെ അല്ല. പക്ഷേ ഇത് ഫുള്ളും വെള്ളമാണ്. ആ വെള്ളത്തിൻ്റെ നടുക്കാണ് ഇങ്ങനെ നടക്കാനുള്ള സ്പേസ്. കിട്ടില്ല കേട്ടോ. ഫാമിലി ആയിട്ടൊക്കെ വരികയാണെങ്കിൽ അടിപൊളിയായിരിക്കും, ഒന്നും പറയാനില്ല. കപ്പിൾസ് ആയിട്ട് വരുന്നവർക്ക് അങ്ങനെ വരാം. എങ്ങനെയാണെങ്കിൽ വന്നോളി, നിങ്ങൾ അണ്ടടിച്ചിട്ടല്ലേ വരുന്നത്. സോ ഗൈസ് നമുക്കെന്താ അപ്പോൾ എന്തായാലും ഇതാണ് കാഴ്ചകൾ. പൈസ എനിക്കൊന്നേ പറയാനുള്ളൂ, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് കാഴ്ചകളുണ്ട്. അതേപോലെ തന്നെ ഇതാ ഇവിടെ ഇരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇരിക്കുന്ന സ്ഥലങ്ങൾ അതിൻ്റെ കുറേ നല്ല നല്ല കാഴ്ചകളൊക്കെ കാണാനുണ്ട്. അവിടെ എന്താ പറയുക മീൻ പിടിക്കുന്ന കാഴ്ചകളൊക്കെ. പക്ഷേ എന്താ പറയുക ഇവിടുത്തെ കാലാവസ്ഥ വളരെയധികം മോശമാണ്. നിങ്ങൾക്ക് ഈ വെള്ളം കാണുമ്പോൾ തന്നെ മനസ്സിലാവും തോന്നുന്നുണ്ട്. കാരണം അത്ര സേഫല്ല. കാരണം എല്ലാവരും പെട്ടെന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്ക് പിന്നെ എന്തായാലും അവിടെ പോകണം എന്നൊരു വാശി, അങ്ങനെ പോകണേ. അതല്ല വരെ പോയിട്ട് വീട്ടിൽ എടുക്കണം എന്തായാലും. അപ്പോൾ എന്തായാലും കേസ് അതേപോലെ തന്നെ ഇതാണല്ലേ, ഒരുപാട് ആൾക്കാർ മീൻ പിടിക്കുന്ന കാഴ്ചകളൊക്കെ കാണാം. അല്ലേ ഒരുപാട് ആൾക്കാർ മീൻ പിടിക്കുക, ഇതൊക്കെ എന്താ പറയുക മഴക്കാലം എന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് ഒരുപാട് ആസ്വദിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ. അത് ആസ്വദിക്കേണ്ട സമയത്ത് ആസ്വദിക്കാൻ തന്നെ വേണം കേസ്. അല്ലാണ്ട് ഈ വേനൽക്കാലത്ത് വന്നിട്ട് ഇങ്ങനത്തെ സ്ഥലത്ത് വന്നിട്ട് ഇങ്ങനത്തെ ഈ ക്ലൈമറ്റ്, ഒന്നാമത് അറിയാം ഈ ക്ലൈമറ്റാണ്. അതായത് നല്ല തണുപ്പുള്ള സമയത്ത് മഴ, അതൊക്കെ ആസ്വദിച്ചറിയേണ്ട തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഗൈസ് ഇനിയും മുന്നോട്ടുള്ള കാഴ്ചകൾ കാണാം. നമുക്ക് ഓരോ കാലത്തും ഉള്ള എന്താ പറയുക ഓരോ സംഭവങ്ങൾ തരും. ഇപ്പോൾ മഴക്കാലത്താണെങ്കിൽ വേനൽക്കാലത്താണെങ്കിൽ ഓരോ കാലത്തും ഓരോ സംഭവങ്ങൾ പഠിച്ചവൻ നമുക്ക് തരും. അപ്പോൾ അത് നമ്മളത് ആസ്വദിച്ചറിയാനാണ് പഠിച്ചവൻ നമുക്ക് തരുന്നത്, മനസ്സിലായോ? അപ്പോൾ എന്തായാലും അത് ആസ്വദിച്ചറിയാന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഗൈസ് അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോ കഴിഞ്ഞതിൻ്റെ ശേഷം ഇൻഷാ അല്ലാഹ് നമ്മൾ പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ച് നേരെ കാലിക്കറ്റ് ബീച്ചിലേക്കായിരിക്കും. അപ്പോൾ ഇന്ന് കാലിക്കറ്റ് ബീച്ച് കൂടിയ എന്താ പറയുക നമ്മളെ വീഡിയോയിലുണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിച്ച് നേരെ പെരിന്തൽമണ്ണ പോകുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാം. കാരണം എന്താണ് ഇനി ഒരുപാട് നടക്കാണ്ട്. ഇത് കണ്ടില്ലേ, ഇനി അവിടം വരെ നടക്കണം ഗൈസ്. അതായത് നമ്മളിപ്പോൾ അവിടെ നിന്നാണ് വന്നത്. കാരണം എത്ര ലോങ് വന്നിട്ടുണ്ട്, അങ്ങ് തലക്കുന്ന വന്നിട്ടോ. ടയർഡായി, കാരണം വെയിൽ വന്നു തുടങ്ങി, നല്ല വെയിൽ. ഇതണ്ട നല്ല വെയിൽ, നല്ലോണം ടയർഡായി. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ചേരം ഇരുന്നിട്ട് അവിടെ കുറച്ച് ആൾക്കാർ മീനൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ, ചെക്കന്മാർ. പിന്നെ അതൊക്കെ കണ്ടിട്ട് അതൊക്കെ രസമല്ലേ, കാരണം ഇരിക്കാൻ പറ്റിയ വൈബ് സ്പോട്ടാണ്. പിന്നെന്താ അടിപൊളിയാണ്. ഇന്ന് ഒറ്റക്കല്ലേ ഗസ്, എത്ര ടെൻഷനെങ്കിലേ ഇങ്ങനത്തെ സ്ഥലത്ത് വന്നിട്ട് കുറച്ച് നേരം ഇരുന്നല്ലേ എല്ലാ ടെൻഷനും മാറും. പക്ഷെ കയ്യിൽ പൈസ വേണം, ഇങ്ങോട്ട് വരണമെങ്കിൽ തിന്നണമെങ്കിലൊക്കെ നല്ല പൈസ വേണം. പൈസ ആയിട്ട് ഒറ്റക്ക് വന്നാൽ മതി കേട്ടോ, ഇല്ലെങ്കിലേ നടക്കൂല. സോ ഗൈസ് അപ്പോൾ എന്തായാലും ഇനി ഞാൻ അവിടെ കണ്ടതാ കാണിച്ചതാ കണ്ടില്ലേ, അവിടെ കണ്ടില്ലേ അവിടെ ആരൊക്കെ മീൻ പിടിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും കുറച്ച് അത് കണ്ടിരിക്കട്ടെ. അത് കണ്ട് കുറച്ച് ഒന്ന് സെറ്റായിട്ട് ഇനി അങ്ങോട്ട് നടക്കാം ഗൈസ്, ഇല്ലെങ്കിൽ തളർന്നു പോകും. ഓക്കെ അപ്പോൾ എന്തായാലും ഇനി ഞാൻ റെസ്റ്റ് കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. ഓ ഗൈസ് നോക്കൂ, അങ്ങനെ നമ്മൾ വേപ്പൂരിൽ നേരെ ഇറങ്ങി നമ്മൾ കാലിക്കറ്റ് ബീച്ചിലെത്തി ഗൈസ്. ഇതാ കാലിക്കറ്റ് ബീച്ചിലെത്തി ഗൈസ്. പക്ഷേ അത് സീന നല്ല മഴയാണ് കേട്ടോ, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. നമ്മൾ വണ്ടി തന്നെ ഇരുന്ന് നിൽക്കുകയാണ്. പിന്നെ അവിടുന്ന് വീഡിയോ ഇനി ഫുള്ള് എന്താ പറയുക മുഴുവൻ എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം നല്ല മഴയായിരുന്നു. അപ്പോൾ നേരെ നമ്മൾ ഇങ്ങോട്ട് വിട്ട്
ഇവിടെ പുറത്തിറങ്ങാൻ നോക്കിയാൽ ഇതാണ്ടല്ലേ നല്ല മഴയാണ്. അപ്പോൾ എന്തായാലും ഇന്ന് നൈറ്റ് എന്തായാലും ഇനി ഇവിടെ തന്നെ ആയിരിക്കും ഇന്നത്തെ വൈബും കാര്യങ്ങളൊക്കെ നിങ്ങളൊക്കെ കാണിച്ച് ഇനി ലാസ്റ്റ് വീഡിയോ മുഴുവൻ കാണുന്നവരെ എൻ്റെ വരെ കാണാം. സോ ഗൈസ് അപ്പോൾ എന്തായാലും അടുത്ത കാഴ്ചകൾ കാണാം. ഓ ഗൈസ് നോക്കൂ, അങ്ങനെ നമ്മൾ ബീച്ചിലൊക്കെ ഇറങ്ങി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ, കാരണം നല്ല മഴയായിരുന്നു. അങ്ങനെ ഇറങ്ങി നമ്മൾ തിരിച്ച് വീണ്ടും പെരിന്തൽമണ്ണ പോവുകയാണ്. ഓ ഗൈസ് നോക്കൂ, അതായത് നമ്മളിപ്പോൾ കോഴിക്കോട് ബീച്ച് വന്നു കേട്ടോ. പക്ഷേങ്കിൽ എന്താ പറയുക, നല്ല മഴയാണ്, നല്ല സീനാണ്. പുറത്തൊന്നും എന്താ പറയുക നമുക്ക് ഇറങ്ങാനോ ഒന്നിനും പറ്റാത്തൊരവസ്ഥയാണ്. അപ്പം നമ്മളെന്തായാലും ബീച്ചിൽ പോയി അവിടുന്ന് വീഡിയോ ഒന്നും എടുത്തിട്ട് കേട്ടോ, കാരണം വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല, കാരണം നല്ല മഴ ആയതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചു പോവുകയാണ്. സോ ഗൈസ് അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും എൻ്റെ വരെ കണ്ടു എന്ന് വിശ്വസിക്കുന്നു, ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഗൈസ് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. സോ ഗൈസ് അപ്പോൾ എന്തായാലും ഇതിനേക്കാളും കിടിലം കിടക്കാച്ച വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം. സോ ഗൈസ് അതൊരു എല്ലാവർക്കും ബൈ ബൈ.